സഖാവ് നായനാരുടെ ഓർമ്മ ഇന്ന് നമ്മൾ ഒന്നുകൂടി പ്രത്യേകമായിട്ട് പുതുക്കുകയാണ്. സഖാവ് നായനാർ 22 വർഷമായി നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ഇന്നും നമ്മൾ ഈ സ്മരണ പുതുക്കുമ്പോൾ കേരളം ഒന്നടങ്കം സഖാവ് നായനാരെ സ്മരിക്കുന്നതും ഓർക്കുന്നതും വളരെ ആവേശത്തോടു കൂടിയാണ്. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ ചെറുതായിരുന്ന നായനാർ കോൺഗ്രസിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അംഗമായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഏട് സൃഷ്ടിച്ച മൊറാഴ സംഭവം നടക്കുന്നത്. ആ മൊറാഴ സംഭവത്തിൽ പ്രതിയാക്കപ്പെട്ടതിന് ശേഷമാണ് ഒളിവിൽ സഖാവ് നായനാർ പോകുന്നത്. അന്ന് മലബാറിൻ്റെ വടക്കൻ മേഖലയിൽ കയ്യൂർ, കരിവള്ളൂർ, അതിൻ്റെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഒളിവിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കയ്യൂർ സംഭവം നടക്കുന്നത്. കയ്യൂർ സമരത്തിൻ്റെ സമരനായകനായിട്ടാണ് സഖാവ് നായനാരെ പിന്നീട് അറിയപ്പെടുന്നത്. ഒളിവ് ജീവിതം തുടർന്നു. കയ്യൂർ സമരത്തിൻ്റെ ഭാഗമായിട്ട് 4 ധീരരായ പോരാളികളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിലേറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ആ കേസിൽ പ്രതിയായി സഖാവ് നായനാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒളിവിൽ വീണ്ടും പോയി. തുടർന്നാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ ഈ തെക്കൻ കേരളത്തിലേക്ക് വരുന്നത്. ആയിരത്തി 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മലബാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള പാർട്ടി സെക്രട്ടറിയായി, അതിനു മുമ്പ് കണ്ണൂരിൻ്റെ വിവിധ മേഖലയിൽ ചുമതലയേറ്റെടുത്ത് പ്രവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിട്ട് മാറി. CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ദീർഘകാല മുഖ്യമന്ത്രിയും ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണം ഉൾപ്പെടെയുള്ള, സാക്ഷരത ഉൾപ്പെടെയുള്ള, കർഷക തൊഴിലാളികൾക്ക് ചരിത്രത്തിലാദ്യമായിട്ട് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചതുൾപ്പെടെയുള്ള കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടാണ് സഖാവിൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോയത്. പ്രഗത്ഭനായിട്ടുള്ള പാർലമെൻറ്റേറിയൻ എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുദീർഘകാലം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും കേരളത്തിൽ നിറസാന്നിധ്യമായി സഖാവിൻ്റെ അന്ത്യം വരെ ഉണ്ടായ ആവേശകരമായ ഒരു ജീവിതത്തെ നമ്മളിന്ന് ഓർക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഖാവ് നായനാരെ ഇതുപോലുള്ള ഒരു ദിനത്തിൽ സ്മരിക്കുന്നത്. സഖാവിൻ്റെ സ്മരണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ എല്ലാ വശങ്ങളെയും സൂക്ഷ്മമായിട്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചു.
പാർട്ടിയാകെ ഒറ്റക്കെട്ടായി കേരളത്തെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കാൻ, നമ്മൾ മുന്നോട്ടേക്ക് വെച്ച നവകേരളം സൃഷ്ടിക്കാൻ, ഒരു പുതിയ രാജ്യവും ഒരു പുതിയ ലോകവും സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ പ്രത്യയശാസ്ത്രവും അർത്ഥശാസ്ത്രവും ദർശനവും എല്ലാം ചേർത്തുകൊണ്ട് അതിശക്തിയായിട്ടുള്ളൊരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകും എന്ന പ്രതിജ്ഞയാണ് സഖാവ് നായനാരുടെ സ്മരണ ഉയർത്തിപ്പിടിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പുതുക്കാനുള്ളത്. സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.